നമസ്തേ. നമ്മളിന്ന് മാർച്ച് 29-ന് ശനിമാറ്റം സംഭവിക്കുകയാണ്. ഇപ്പോൾ കുംഭം രാശിയിൽ ശനി സഞ്ചരിക്കുകയാണ്. അത് ഉഭയോദയ രാശിയായ മീനം രാശിയിലേക്ക് മാർച്ച് 29-ന് രാത്രി 10:39 മാറും. അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ, ഈ ശനിമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടകശനിക്കാലം അനുഭവിക്കുന്നവരുടെ കാര്യങ്ങൾ, അഷ്ടമശനി, പിന്നെ ഏഴരശനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്, അതൊക്കെ താല്പര്യമുള്ളവർ കേൾക്കുക. ഇന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ്. നമസ്തേ എല്ലാവർക്കും. ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ്. മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവർക്ക് ഏഴരശനിക്കാലം തുടങ്ങുകയാണ് മാർച്ച് 29 രാത്രി മുതൽ. 12-ാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 10ഉം 11ഉം ഭാവാധിപനാണ് ശനി. ചന്ദ്രാൽ 10ഉം 11ഉം ഭാവാധിപനായ ശനി 12-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വരും, ചിലവുകൾ വർദ്ധിക്കും. പിന്നെ സ്വജനങ്ങളുടെ വിരോധം സമ്പാദിക്കാവുന്ന 2.5 വർഷമാണ്. അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ നീചജനസംസർഗത്തിലൂടെ ധനച്ചിലവുകൾ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്നുപെട്ട് അമിത ചിലവുകൾ വരുന്ന 2.5 വർഷക്കാലമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ 10-ാം ഭാവാധിപനും കൂടിയാണ് 12ലേക്ക് മാറുന്നത് എന്നുള്ളത് കൊണ്ട് കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു അസംതൃപ്തിയും ശത്രുക്കൾ മൂലം കർമ്മരംഗത്ത് ചില തടസ്സങ്ങളും ഒക്കെ വരാവുന്ന സമയമാണ്. പൊതുവെ 12-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ സുഖം കുറഞ്ഞിരിക്കും, അത് ശ്രദ്ധിക്കുക. പിന്നെ ഏഴരശനിക്കാലത്തൊക്കെയാണ് നാടും വീടും വിട്ട് വിദേശത്തൊക്കെ പോയി അവിടെയൊക്കെ ചെന്ന് ജോലിയൊക്കെ കിട്ടി അതിൽ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഏഴരശനിക്കാലത്താണ്. അത് 12-ാം ഭാവത്തിലെ ശനിയാണ്. അപ്പോൾ ദുരിതങ്ങളൊക്കെ കർമ്മരംഗത്ത് കൂടും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഇനി അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യമാണ്. കാർത്തികയുടെ അവസാന 1/4 ഭാഗം, രോഹിണി, മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ്. അവർക്ക് 11-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. പൊതുവെ നല്ലതാണ് ശനിയുടെ മാറ്റം. അതും വ്യാഴക്ഷേത്രത്തിലേക്കാണ് ശനിയുടെ മാറ്റം എന്നുള്ളത് കൊണ്ട് ഇടവക്കൂറുകാർക്ക് നല്ലതാണ്. കാരണം അവരുടെ 9ഉം 10ഉം ഭാവാധിപനാണ് ശനി. അതാണ് 11-ാം ഭാവത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച കുറേ കഷ്ടതകളൊക്കെ മാറിക്കിട്ടാവുന്ന സമയമാണ്. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാന്യം അല്ലെങ്കിൽ ബഹുമാന്യതയൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. ധനപരമായിട്ട് ഗുണമുള്ള സമയമാണ്. സന്താന സൗഖ്യം ഇതൊക്കെ ഉണ്ടാവും. ഉന്നത സ്ഥാന പദവികളൊക്കെ ഇടവക്കൂറുകാർക്ക് ലഭിക്കാം ഈ ശനിയുടെ മാറ്റം കൊണ്ട്. അടുത്തത് മിഥുനക്കൂറുകാരുടെ കാര്യം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ്. 10-ാം ഭാവത്തിലേക്കാണ് ശനിയുടെ മാറ്റം. കണ്ടകശനിക്കാലമാണ്. 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഒരു ക്ലേശ ഭയം ഉണ്ടായിരിക്കും. അവരുടെ 8ഉം 9ഉം ഭാവാധിപനാണ് ശനി. അത് 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ, 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ കർമ്മരംഗത്ത് ചില ദുരിത അനുഭവങ്ങൾ ഉണ്ടാകും. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ജാതകത്തിലൊക്കെ അനുകൂലമാണെങ്കിൽ ഒരു മധ്യമാവസ്ഥയായിരിക്കും. കർമ്മരംഗത്ത് ഉന്നത സ്ഥാനങ്ങളും ലഭിക്കാവുന്നതാണ് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ. എങ്കിലും കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ, ക്ലേശങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഇതൊക്കെ അല്ലെങ്കിൽ ശാരീരിക ക്ലേശങ്ങൾ മൂലം കർമ്മരംഗത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ടതായ അവസ്ഥകളൊക്കെ 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. മാതാപിതാക്കൾക്കും അത്ര അനുകൂലമായിരിക്കില്ല. അടുത്തത് കർക്കിടകൂറുകാരുടെ ശനിമാറ്റം. അടുത്ത 2.5 വർഷം മാർച്ച് 29 മുതലുള്ള
2.5 വർഷം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് 9ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അഷ്ടമശനി കഴിഞ്ഞിട്ട് 9ാം ഭാവത്തിലേക്ക് ശനി മാറുന്നു. 9ാം ഭാവത്തിലെ ശനിയും ദേഹാരിഷ്ടതകൾ വിട്ടൊഴിക്കില്ല, അത് ശ്രദ്ധിക്കുക. 7ഉം 8ഉം ഭാവാധിപനാണ് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. 7ാം ഭാവാധിപനായ ശനി 9ൽ സഞ്ചരിക്കുമ്പോൾ പങ്കാളിക്ക് ചില ഗുണാനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ കർക്കിടകക്കൂറുകാർക്കുണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ട് ധനം ചിലവാക്കേണ്ടി വരും. പക്ഷേ ഇത് അഷ്ടമാധിപനും കൂടിയാണ് 9 എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. സന്താനങ്ങളെ കൊണ്ടുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകാം, അവരെ കൊണ്ടുള്ള സഹായങ്ങൾ കുറയാം, പിന്നെ ആവശ്യമില്ലാത്ത പരബന്ധങ്ങളിൽ ചെന്ന് ചാടാം. അതുമൂലം ഭാഗ്യ കേടുകൾ അല്ലെങ്കിൽ ഭാഗ്യഹാനിയൊക്കെ വരാവുന്നതാണ്. കാരണം അഷ്ടമാധിപനാണ് 9ൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യം. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് 8ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അഷ്ടമശനിക്കാലമാണ്. ശനിയുടെ സഞ്ചാരത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2.5 വർഷം അഷ്ടമശനിയും ജന്മശനിയുമാണ്. ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന 7 ശനിയുടെ മധ്യഭാഗത്തുള്ള 2.5 വർഷവും പിന്നെ 8ൽ ശനി സഞ്ചരിക്കുന്ന ആ സമയവും, അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട 2.5 വർഷമാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയാണ്. ഇത് ആരെയും പേടിപ്പിക്കാൻ പറയണമെന്നല്ല, വളരെയധികം ശ്രദ്ധിച്ച് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു പരിധി വരെയൊക്കെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അഷ്ടമശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് അധാർമികത കൂടുന്ന സമയമാണ്. ധാർമ്മികപരമായ കാര്യങ്ങളെക്കാൾ അധാർമികതയിലായിരിക്കും താല്പര്യം. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ പേരൻസൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക. കുറച്ച് ശാഠ്യബുദ്ധി അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. പിന്നെ സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ വരാം, ശത്രുക്കൾ വർദ്ധിക്കും. ശത്രുക്കൾ മൂലം കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. കാരണം 6ഉം 7ഉം ഭാവാധിപനാണ് ശനി. അത് നമുക്ക് ശത്രുക്കൾ മൂലം നിവർത്തിസ്ഥാനത്ത് കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാക്കും. പിന്നെ 7ാം ഭാവാധിപൻ 8ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. പിന്നെ കളവ് പ്രവർത്തിക്കുക, വിശ്വാസവഞ്ചന ചെയ്യാൻ തോന്നുക, മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസവഞ്ചന ഏൽക്കുക, ഇതൊക്കെ അഷ്ടമശനി ഉള്ള സമയത്താണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുക, അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഉപയോഗം കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ അഷ്ടമശനിയിലാണ് വരുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വീടിന് എന്തെങ്കിലും തരത്തിലുള്ള നാശങ്ങൾ, ഭൂമിക്ക് കയ്യിലുള്ള ഭൂമി കൈവിട്ട് പോവുക, നീചജനങ്ങളുടെ ഉപദ്രവം, പിന്നെ പ്രിയപ്പെട്ടവർക്ക് ദുരിതങ്ങൾ, ഇതൊക്കെ അഷ്ടമശനിക്കാലത്താണ്. അതുകൊണ്ടാണ് ഇത് അഷ്ടമശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് കൊണ്ടുപോവേണ്ട സമയമാണ്. പിന്നെ വാതരോഗങ്ങൾ, പ്രത്യേകിച്ച് പാദങ്ങൾക്ക്, കാലിൻ്റെ പാദങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ വേർപിരിയലോ, ഇത് വിദേശത്ത് പോയാലും മതി, പങ്കാളിനെ വിട്ട് വിദേശത്ത് പോയി നിന്നാലും വേർപിരിയലൊക്കെ സംഭവിക്കും. ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ഈ വേർപിരിയൽ എന്ന് പറയുന്നത് വിദേശത്തേക്ക് പോകുന്ന കാര്യത്തിലും പറ്റും. അല്ലെങ്കിൽ വേർപിരിയൽ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ വരാവുന്ന സമയമാണ്. പിന്നെ വൃദ്ധയും അഗമ്യകളുമായ സ്ത്രീകളിൽ താല്പര്യം തോന്നാവുന്ന സമയമാണ് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ. ഈ വൃദ്ധയും അഗമ്യകളുമായ സ്ത്രീകളിൽ താല്പര്യം തോന്നാവെന്ന് പറഞ്ഞത് പ്രായമായവരോട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നാം. ജാതകത്തിൽ അനുകൂലം അല്ലെങ്കിൽ പ്രായമായവരോട് പങ്കാളിയോട് തോന്നുന്ന സ്നേഹമൊക്കെ തോന്നിയിട്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്നപ്പെടാം. അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം. ഈ ശനി അനുകൂലമാണെങ്കിൽ നല്ല രീതിയിലും ശനി ജാതകത്തിൽ പ്രതികൂലമാണെങ്കിൽ വിപരീത സ്ഥിതിയിലും ആയിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ച് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരവർ തന്നെ തീരുമാനിക്കുക. അടുത്തത് കന്യക്കൂറുകാരുടെ കാര്യമാണ് ശനിയുടെ മാറ്റം. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. അവർക്ക് 7ലേക്കാണ് ശനിയുടെ മാറ്റം. കണ്ടകശനിക്കാലാണ്. ഈ 5ഉം 6ഉം ഭാവാധിപനായ ശനിയാണ് 7ലേക്ക് മാറുന്നത്. അപ്പോൾ
7 എന്ന് പറയുന്ന നിവൃത്തി സ്ഥാനത്ത് 6-ാം ഭാവാധിപൻ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കൾ മൂലം കാര്യതടസ്സങ്ങൾ, കർമ്മവിഘ്നങ്ങൾ, കാര്യങ്ങൾക്ക് കാലതാമസങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ആരിലും അമിതമായിട്ട് വിശ്വാസം അർപ്പിക്കാതിരിക്കുക. അമിത ആത്മവിശ്വാസം നല്ലതല്ല. പിന്നെ ധനനഷ്ടങ്ങൾ, മിഥ്യ അപവാദം കേൾക്കുക. 5-ാം ഭാവാധിപൻ 7 നിവൃത്തി സ്ഥാനത്തുള്ളത് കൊണ്ട് സന്താനങ്ങളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടാം. എങ്കിലും സന്താനങ്ങൾക്ക് ചില ദുരിതങ്ങളും വരാം. അതുമൂലം മനക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സമയം കൂടിയായതിനാൽ ശ്രദ്ധിക്കുക. ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് വ്യാഴക്ഷേത്രത്തിലാണ്. മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാന്യത ഒക്കെ കിട്ടാവുന്ന സമയമാണ്. ധനസഹായം ഒക്കെ കിട്ടുകയും ചെയ്യാം. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് 6-ാം ഭാവാധിപനാണ് 7 എന്നുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ മറ്റുള്ളവരുടെ ഇടയിൽ എപ്പോഴും വേണം. കാരണം ആവശ്യമില്ലാത്ത അപവാദങ്ങൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജാതകത്തിൽ അനുകൂലം അല്ലെങ്കിൽ പ്രത്യേകിച്ചും വരാവുന്ന സമയമാണ്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത തുലാക്കൂറുകാരുടെ കാര്യം. ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് 6-ാം ഭാവത്തിലേക്ക് മാറുന്നു. പൊതുവെ ശനി 6-ൽ സഞ്ചരിക്കുമ്പോൾ ഗുണമുള്ള സമയമാണ്. എങ്കിലും 4-5 ഭാവാധിപനാണ് ശനി. അത് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വീട്ടിൽ, കുടുംബത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത വാക്കുകൾ, പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കുക. മാതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ശത്രുക്കൾ മൂലം ചില അസ്വസ്ഥതകൾ വരാം. കടബാധ്യതകൾ വരാം. നമുക്ക് എപ്പോഴും ഒരു ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. സന്താനങ്ങൾ 5-ാം ഭാവാധിപൻ 6-ലായതുകൊണ്ട് സന്താനങ്ങളൊക്കെ ശത്രുക്കളാകാം. അത് നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആകാം. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അനുകൂലമാണ്. അത് അനുകൂലമാക്കണോ പ്രതികൂലമാക്കണോ എന്ന് നമ്മൾ ചിന്തിക്കുക. പൊതുവെ ഗുണമാണ് 6-ാം ഭാവത്തിലൊക്കെ ശനി, അതും വ്യാഴക്ഷേത്രത്തിൽ. പക്ഷേ 4-ഉം 5-ഉം ഭാവാധിപനായതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ മൂലം കുടുംബത്തിലും സന്താനങ്ങളുടെ ഇടയിലും ഒക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത വൃശ്ചികക്കൂറുകാരുടെ കാര്യം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ്. അവർക്ക് കണ്ടകശനിക്കാലം മാറുകയാണ്. ഇത്രയും നാളുണ്ടായിരുന്ന കണ്ടകശനിക്കാലമൊക്കെ മാറി 5-ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുകയാണ്. 5 എന്ന് പറയുമ്പോൾ 3-ഉം 4-ഉം ഭാവാധിപനാണ് 5-ലേക്ക്. ഈ 5-ൽ ശനി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയും ഒന്ന് ശ്രദ്ധിക്കണം. അവർക്കൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. പിന്നെ പൊതുവേ ധനപരമായിട്ട് ഗുണമൊക്കെ ഉണ്ട്. പ്രവൃത്തി സാമർഥ്യം ഒക്കെ ഉണ്ട്. 4-ാം ഭാവാധിപൻ 5-ൽ സഞ്ചരിക്കുമ്പോൾ ആത്മീയ താല്പര്യം, കുടുംബക്കാരുമൊത്ത് ആത്മീയ യാത്രകൾ, ബഹുമാന്യത, ഇതൊക്കെ കിട്ടാവുന്ന സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക്. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് 5-ാം ഭാവത്തിലെ ശനി, അത് വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ അടുത്ത 2.5 വർഷം വേണം. നമ്മുടെ കീഴിൽ, നമ്മൾ ഒരു സ്ഥാപനമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കീഴിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജോലിക്കൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാനുഭവങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അടുത്ത ധനുക്കൂറുകാരുടെ കാര്യം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്ക് 4-ാം ഭാവത്തിലേക്ക് ശനി മാറുകയാണ്. കണ്ടകശനിക്കാലമാണ്. പൊതുവേ 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കുടുംബഭാവമാണ്. കുടുംബത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ അത്ര നല്ലതായിരിക്കില്ല. എങ്കിലും വ്യാഴക്ഷേത്രമാണ്. വ്യാഴക്ഷേത്രത്തിൽ ശനിക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും ശ്രദ്ധിക്കണം. കാരണം 2-ഉം 3-ഉം ഭാവാധിപനാണ് ശനി. പ്രവൃത്തി ഗുണവും ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഗുണവും വിദേശവാസ യോഗവും ഒക്കെ ഉള്ള സമയമാണ്. എങ്കിലും 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുക്കളുടെ അഭിവൃദ്ധി ഉണ്ടാവും. സാമ്പത്തിക ചിലവ് കൂടും. പെട്ടെന്നുള്ള യാത്രകളിലൂടെ ആവാം, അല്ലെങ്കിൽ ഭൂമി വാങ്ങലിലൂടെ ആവാം, അല്ലെങ്കിൽ വീട് പണിയുന്നതിലൂടെയൊക്കെ ആവാം. ഇതൊക്കെ എന്തായാലും സാമ്പത്തിക ചിലവ് കൂടുന്ന സമയമാണ്. മാതാപിതാക്കൾക്ക് 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമായിരിക്കില്ല. പിന്നെ 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പങ്കാളിയുടെ സ്വഭാവത്തിൽ, അത് 2-ഉം 3-ഉം ഭാവാധിപനാണ്. അപ്പോൾ പങ്കാളിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരാം, കലഹപ്രവണതകൾ വരാം.
അതുമൂലം ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കാവുന്ന സമയം. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഇതൊക്കെ മുൻപിട്ട് കണ്ടിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാവുന്ന ഒരു യോഗമുള്ള സമയമാണ് 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ. കണ്ടകശനി കാലമാണ്. എങ്കിലും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. നമ്മൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാൻ തോന്നും. അതൊക്കെ നമ്മൾ മുന്നിട്ടറിഞ്ഞ് അതുമൂലം ഭാഗ്യക്കേടുകൾ വരും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. കാരണം ഇത് കഴിഞ്ഞിട്ട് വരുന്ന 2.5 വർഷം മേടം രാശിയിലാണ് ശനി സഞ്ചരിക്കുക. അത് നീചരാശിയാണ് ശനിയുടെ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അടുത്തത് മകരക്കൂറുകാരുടെ കാര്യമാണ്. ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. അവർക്ക് 3-ാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത്. ശനിയുടെ മാറ്റം അവർക്ക് അനുകൂലമാണ്. ലഗ്നാധിപനും 2-ാം ഭാവാധിപനുമായ ശനിയാണ്. ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണ്. പിന്നെ കുറച്ച് ദൃഢനിശ്ചയം, 3-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ദൃഢനിശ്ചയം, പിടിവാശി, യാത്രാഗുണം, ബുദ്ധിശക്തി ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇവർക്കും 2-ാം ഭാവാധിപൻ 3-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പരബന്ധ താല്പര്യമൊക്കെ തോന്നാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. അടുത്ത കുംഭക്കൂറുകാരുടെ കാര്യമാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. 7.5 ശനിയാണ്. 7.5 ശനിയുടെ അവസാന കാലഘട്ടമാണ്. 7.5 ശനിയുടെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടമാണ്. ആ 2.5 വർഷം നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. ആ 7.5 വർഷത്തിൽ അവസാനത്തെ 2.5 വർഷമാണ് ഗുണം. 2-ാം ഭാവത്തിലേക്കാണ് കുംഭക്കൂറുകാർക്ക് മാറുന്നത്. 12-ഉം 1-ഉം ഭാവാധിപനാണ്. അപ്പോൾ കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ ഇവർ ദൂരദേശ ഗമനമൊക്കെ, ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് ദൂരദേശ ഗമനമൊക്കെ ഉണ്ടായിക്കാണും. അങ്ങനെ 12-ാം ഭാവാധിപൻ ഇപ്പോൾ 2-ൽ സഞ്ചരിക്കുമ്പോഴും വിരഹ ദുഃഖം അനുഭവിക്കാനുള്ള സമയമാണ്. ധനപരമായിട്ട് ധനപുഷ്ടിയൊക്കെ ഉണ്ടാവുമെങ്കിലും അധിക ചിലവുകൾ ഉണ്ടാകും. 2-ൽ ശനി സഞ്ചരിക്കുമ്പോൾ വിദ്യാ തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാവും. എങ്കിലും ധാർമ്മികപരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തോന്നും. ധനപരമായിട്ട് ഗുണമാണ്. വാക്കുകളിൽ വാചാലതയും സൗമ്യതയും ഒക്കെ ഉണ്ടാകും. 2-ൽ ശനി സഞ്ചരിക്കുമ്പോൾ കുംഭക്കൂറുകാർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സങ്ങൾ വരാം. അത് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ഒരു മധ്യമാവസ്ഥയൊക്കെ ആയിരിക്കുകയും ചെയ്യും. അടുത്തത് മീനക്കൂറുകാരുടെ കാര്യം. ഉരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ്. ഇവർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. 7 ശനിയുടെ ജന്മശനിയാണ്. മധ്യത്തിലുള്ള 2.5 വർഷക്കാലം. അഷ്ടമശനിയും ജന്മശനിയുമാണ് ഏറ്റവും പ്രശ്നം. അത് ശ്രദ്ധിക്കുക മീനക്കൂറുകാർ. ഇവർക്കും വിദ്യാർത്ഥികൾക്ക് ചില വിദ്യാ തടസ്സങ്ങൾ, ദൂരദേശ ഗമനം, വാക്കുകളിൽ വാചാലതയൊക്കെ ഉണ്ടാവും. ഒരു സാത്വികത ഉണ്ടാവും. സാത്വിക ഭാവം മീനക്കൂറുകാർക്ക് മുന്നിട്ട് നിൽക്കും. ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രാഹുവിൻ്റെ മാറ്റവും ഒക്കെ വരുമ്പോൾ 12-ാം ഭാവത്തിലേക്ക് രാഹു മാറുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കാം. എങ്കിലും ജന്മശനി രോഗാദി ദുരിതങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ തരും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മീനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ 2.5 വർഷം ആയിരിക്കില്ല. കാരണം ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല. ആശുപത്രി വാസവോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങളോ എന്താ പറയുക, അപകടകരമായ കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യത്തിലുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാരണം 11-ാം ഭാവാധിപൻ ലഗ്നത്തിലിരിക്കുമ്പോൾ ധനപരമായ കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങൾ ചെയ്യില്ല. പക്ഷേ 12-ാം ഭാവാധിപനും കൂടിയാണ് ലഗ്നത്തിൽ. അപ്പോൾ ചിലവുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചിലവുകൾ ആരോഗ്യപരമായിട്ടൊക്കെ നമുക്കുണ്ടാവാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത് ചാരവശാലുള്ള ഫലമാണ്. ഇതാരെയും പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് മാത്രം പറഞ്ഞ് ഇരിക്കാനുള്ള പോസ്റ്റുകളൊന്നും അല്ല. എല്ലാവരും പറയുന്നത് ഞാൻ നെഗറ്റീവ് മാത്രം പറയുന്നു എന്നാണ്. പക്ഷേ ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്ത കാര്യം എങ്ങനെ ഞാൻ ഉണ്ടാക്കി പറയാം? അപ്പോൾ എനിക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ അറിയില്ല. അതുകൊണ്ടാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. അപ്പോൾ പൊതുവായിട്ട് പരിഹാരം പറയാത്തത് ജാതകത്തിലും കൂടി നമുക്ക് ശനി അനുകൂലമാണെങ്കിൽ അതും കൂടി ജാതകം കൂടി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വെച്ചിട്ടുള്ള ജാതകം കൂടി പരിശോധിച്ചാലാണ് ശരിയായ പരിഹാരം വ്യക്തിപരമായിട്ട് പറയാൻ പറ്റുള്ളൂ. പൊതുവായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് നാമജപമാണ്. എല്ലാ പാപങ്ങൾക്കും പരിഹാരം ഈ കലിയുഗത്തിൽ നാമജപമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മാറ്റി എന്ത് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ യഥാശക്തി പോലെ സാമ്പത്തിക നില പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ കലിയുഗത്തിൽ നാമജപത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കുറഞ്ഞതൊരു ദിവസം ഒരു നാഴിക നേരെങ്കിലും 24 മിനിറ്റെങ്കിലും നാമജപം നടത്തണം. ഏത് മതസ്ഥരായാലും അവരവരുടെ മതം അനുസരിച്ച് നാമജപാദി കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ പരിഹാരവും. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് പരിഹാരക്രിയകൾ ചെയ്യും, നാമമൊന്നും ജപിക്കില്ല. എന്ത് ഫലമാണുള്ളത്? ജ്യോത്സ്യന്മാരെ കുറ്റം പറയുക ഒരു കാര്യവും നടന്നില്ല, അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവരെ കുറ്റം പറയുക ഒരു കാര്യം നടന്നില്ല. എന്ത് കാര്യം? ഒരു കാര്യമില്ല. നാമജപം ചെയ്യണം. കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപമാണ്. പിന്നെ ശിവക്ഷേത്ര, ഈ ശനിക്കാലല്ലേ, കണ്ടകശനി, ഏഴശനി, അഷ്ടമശനിയൊക്കെ അല്ലേ. അപ്പോൾ ശിവക്ഷേത്ര ദർശനം, ശിവൻ്റെ അമ്പലത്തിൽ പോയാൽ കൂവളത്തിനില, വേറെ പൈസയൊക്കെ ഒരുപാട് മുടക്കി സാമ്പത്തികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മളെ കൂവളത്തിനില നടക്കെ വയ്ക്കുക, ഭഗവാന്റെ നടയിൽ കൊണ്ടുപോയിട്ട് കൂവളത്തിനില സമർപ്പിക്കുക. വീട്ടിൽ കുറഞ്ഞത് 24 മിനിറ്റെങ്കിലും നാമജപം ചെയ്യുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള പരിഹാരമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പോസ്റ്റിലാന്ന് തോന്നുന്നു, ഒരാൾ വിളിച്ചിട്ട് എന്നോട് പരിഹാരം എന്താക്കിയാൽ പറയാത്തതെന്ന് ചോദിച്ചു. വ്യക്തിപരമായിട്ട് പരിഹാരങ്ങൾ പറയണമെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ വെച്ചിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അന്നത്തെ ഫീസൊക്കെ ഉണ്ട്. പൊതുവായിട്ടൊരു പരിഹാരം എന്ന് പറയുന്നത് ശനി ദോഷം അകറ്റാനായിട്ട് നമശിവായ പഞ്ചാക്ഷരി ജപിക്കുക, ദർശനം, അമ്പലങ്ങളിൽ ദർശനം നടത്തുക. അതിൽ ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ തന്നെ ഇരുന്ന് നാമം ജപിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നമ്മൾ കുറേ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി കൊടുത്ത് പരിഹാരം ചെയ്തിട്ട് ഒരു കാര്യവും ഈ കലിയുഗത്തിലില്ല. അത് വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. യഥാശക്തി വഴിപാട് പോലെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നാമസങ്കീർത്തനം യസ്യ എന്നാണ്. സർവ്വപാപത്തിനും പരിഹാരമായിട്ടുള്ളത് നാമസങ്കീർത്തനം തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് മറ്റെല്ലാ പരിഹാരങ്ങൾക്കും ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവരനുസരിക്കുക. ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനിയൊക്കെ അനുഭവിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുടുംബജീവിതം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ കുടുംബജീവിതമാണ്. അതിനകത്തൊരു ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബജീവിതം വളരെയധികം സൂക്ഷ്മതയോടെ ഓരോ വ്യക്തിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം പരിഹാരങ്ങളുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുക, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റവും ഒക്കെ പറയുന്ന സമയത്ത് അമ്പലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ അവരവരുടെ മോസ്കിലോ അല്ലെങ്കിൽ ചർച്ചിലോ അമ്പലത്തിലോ എന്താണെന്ന് വെച്ചാൽ പോവുക. അവിടെ പോയിരുന്ന് നാമസങ്കീർത്തനം നടത്തുക, നാമം ജപിക്കുക. നമ്മൾ തന്നെ ശുദ്ധമാവും, മറ്റുള്ളവരും അതോടൊപ്പം തന്നെ ശുദ്ധമായിക്കൊള്ളും. അപ്പോൾ നമ്മൾ ആരെയും നിയന്ത്രിക്കാൻ, നമ്മൾ ഈ കഷ്ടകാലം അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഏഴശനി, കണ്ടകശനി, അഷ്ടമശനിയൊക്കെ അനുഭവിക്കുന്നവർ പരമാവധി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക. ധാർമ്മികപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ഈ അഷ്ടമശനിയൊക്കെ അനുഭവിക്കുന്നവർക്ക് ധാർമ്മികപരമായ കാര്യങ്ങൾ കുറയും. അങ്ങനെയൊക്കെ ഈ ചിങ്ങക്കൂറുകാർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരത് പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തി മുന്നോട്ട് പോകണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപെടും. അതുമൂലം ദുരിത അനുഭവങ്ങൾ ഉണ്ടാവും.
ഇനി വരുന്ന ഇത് കഴിഞ്ഞിട്ട് വരുന്ന പിന്നത്തെ 2.5 വർഷവും മേടം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ശനിയുടെ നീചരാശിയാണ്. ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അടുത്ത 2.5 വർഷമാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് കൂടാനാണ് വീണ്ടും സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, വിദ്യാർത്ഥികളെയൊക്കെ കുടുംബത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ആവശ്യമുള്ളിടത്ത് വടിയെടുക്കേണ്ടോടത്ത് വടിയെടുക്കുക തന്നെ വേണം. അധ്യാപകരുടെ കയ്യിൽ നിന്നൊക്കെ വടി മേടിച്ച പിന്നെയാണ് പിള്ളേർ ഇത്രയും കുരുത്തക്കേട്. ശരിക്കും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കാലം മാറി, കലികാലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വടി എടുക്കേണ്ടോടത്ത് വടി എടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന പിള്ളേരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അവരോട് കൂടുതൽ സമയം സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുക. പേരൻസ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ അവർക്ക് വേണ്ടി ധനസമ്പാദനമല്ല നമ്മൾ നടത്തേണ്ടത്, അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചിലവാക്കി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചാരവശാലുള്ള ഫലമാണ് കേട്ടോ. ചാരവശാലുള്ള ഫലവും ഒരു പരിധി വരെ നമ്മൾ അനുഭവിക്കും. ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ മധ്യമാവസ്ഥയായിരിക്കും. ജാതകത്തിൽ അനുകൂലമല്ല, 8ാം അഷ്ടമശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് അവരുടെ ജാതകത്തിൽ അനുകൂലമല്ല എങ്കിൽ കൂടുതൽ ദുരിതങ്ങളായിരിക്കും അനുഭവിക്കുക. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാത്തിനും പ്രതിവിധി നാമജപമാണ്. ഈശ്വരൻ കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ ഈ ഭൂമിയിൽ. അപ്പോൾ ഭഗവാൻ സഹായിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഭഗവാന്റെ അടുത്ത പാദസമർപ്പണം, നമ്മുടെ ആത്മസമർപ്പണം, ആ പാദത്തിൽ ആത്മസമർപ്പണമാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് കേട്ടിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഇത് ശനിയുടെ മാറ്റം മാത്രമാണ്. ഇനി വ്യാഴം മാറുമ്പോൾ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല, അതൊക്കെ പിന്നീട് പറയാം. ഇത് ശനിയുടെ മാറ്റം.